നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. കുറ്റക്കാരായ ആരെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് കളക്ടർ. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യം. കാസർഗോട്ടെ ക്വിസ് ചോദ്യാവലി വിവാദം. അധ്യാപകനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. കാസർഗോഡ് പിറ്റ് NTPS നിയമപ്രകാരം കുറ്റവാളി അറസ്റ്റിൽ. പാടി വില്ലേജിലെ ബെല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശി അബ്ദുൽ മുനവിറാണ് പിടിയിലായത്. ആരംഭിക്കും മുൻപ് തന്നെ കുടിവെള്ള വിതരണ പദ്ധതിക്കെതിരെ പ്രതിഷേധം. തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതി നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്നാണ് ആക്ഷേപം. BJPയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് നടത്തി. കടലാക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. ADMനാണ് അന്വേഷണ ചുമതല. കുറ്റക്കാരായി ആരെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ ആകസ്മിക മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ADMന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകി. വിദ്യാനഗർ പോലീസ് നടത്തുന്ന അന്വേഷണത്തിനു പുറമെയാണിത്. ആശാലത വിദ്യാനഗർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 രാവിലെ 10 മണിയോടെ 3 പാക്കറ്റ് എലിവിഷം പേസ്റ്റ് ഐസ്ക്രീമിൽ കലർത്തി കഴിച്ചത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും ഇത് കഴിക്കാനുള്ള കാരണം വീട്ടിലും ഓഫീസിലും ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നിയതിനാലാണെന്നും മൊഴിയിലുണ്ട്. മാനസിക സമ്മർദ്ദം കാരണം കുറച്ച് ദിവസമായി തകർന്ന നിലയിലാണ്. ആർക്കെതിരെയും പരാതിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ തീരുമാനിച്ച് ചെയ്തതാണെന്നും ആശാലത മൊഴി നൽകിയിട്ടുണ്ട്. ഓഗസ്റ്റ് 7 ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ചെങ്കളയിലെ ആശുപത്രിയിൽ വെച്ച് വിദ്യാനഗർ പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. ഓഗസ്റ്റ് 9 ഉച്ചയ്ക്ക് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് ആശാലത മരണപ്പെട്ടത്. കഴിഞ്ഞ മെയ് 12 മുതലാണ് ആശാലത കളക്ടറേറ്റിൽ തന്നെയുള്ള എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ലിൽ പ്രവർത്തിച്ചു വരുന്നത്. എൻഡോസൾഫാൻ സ്പെഷ്യൽ സെല്ലിലും മികച്ച രീതിയിലാണ് അവർ സേവനം നടത്തിയിരുന്നതെന്നാണ് സ്പെഷ്യൽ സെൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും അറിയിച്ചത്. അന്വേഷണത്തിൽ കുറ്റക്കാരായി ആരെയെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. വിശദമായ അന്വേഷണം നടത്തണമെന്നും എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ജോലിസ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യമുള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഭരണമാറ്റത്തോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശയ്ക്ക് തോന്നിയിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കാസർഗോഡ് കളക്ടറേറ്റിലെ UD ക്ലർക്ക് ആശാലത ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത അകറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തി. ജോലിസ്ഥലത്ത് ആശാലത ഒറ്റപ്പെട്ട സാഹചര്യം ഉള്ളതായി സൂചിപ്പിച്ചിരുന്നുവെന്ന് ഭർത്താവ് അജയൻ പറയുന്നു. പ്രയാസമാണെങ്കിൽ ജോലി രാജിവെക്കാൻ താൻ ആവശ്യപ്പെട്ടതായും അജയൻ കൂട്ടിച്ചേർത്തു. ഭരണമാറ്റമുണ്ടായതോടെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഒറ്റപ്പെടുത്തിയതായി ആശയ്ക്ക് തോന്നിയിരുന്നുവെന്ന് ബന്ധുക്കളും വ്യക്തമാക്കുന്നു. എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആളാണ് ആശാലത. ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് വിശ്വസിക്കുവാനാകുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. ആള് എത്ര പെട്ടെന്നുള്ള ഒരു ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. നമ്മളെ കുടുംബത്തിൽ തന്നെ മെയിൻ മുമ്പിൽ നിൽക്കുന്ന ആളായിരുന്നു. ചെറിയൊരു കാര്യത്തിൽ പെട്ടെന്ന് ഇത് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കുറച്ചായിട്ട് ഇങ്ങനെ ഡിപ്രഷനിലായിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടാകും. മെയിൻ സ്ഥലം മാറ്റം കിട്ടിയതിലാണ് മെയിൻ പ്രശ്നം ഉണ്ടായത്. അതാണ് നമ്മളോട് പറഞ്ഞത്. വേറെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയില്ല. തലേ ദിവസം ഓഫീസിലൊക്കെ അവിടെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ഫോൺ കൊടുത്തിട്ടുണ്ട് സ്റ്റേഷനിൽ. അപ്പൊ അത് നോക്കിയിട്ട് അവര് പറയാന്നാണ് പറഞ്ഞത്. ഇപ്പൊ നാട്ടിലായെങ്കിലും ഓഫീസിലായെങ്കിലും അവർ യൂണിയനിലായെങ്കിലും മെയിൻ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലം മാറ്റുന്നത് പറയുമ്പോൾ തന്നെ, അതായത് ഭരണം മാറിയിട്ടായിട്ട് തന്നെ പറഞ്ഞിരുന്നു. കുറച്ചാളെ നമ്മള് നോട്ടഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ അടുത്തേക്ക് മാറ്റെന്ന് പറയാൻ കഴിയാന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു എന്നുള്ളത് പറയുന്നുള്ള ഇതാണ്. അവരെ മുംബൈയിലെ സ്റ്റാഫുകളിലൊന്നും നല്ല ഒന്നിച്ചിട്ടില്ല. നമ്മൾ സ്റ്റാറ്റസ് എല്ലാം കാണലുണ്ട്. നല്ല തിരുവാതിര ആയാലും ബാക്കി കാര്യങ്ങൾ. ഇപ്പൊ ഓണത്തിന്റെ സമയമായില്ലേ, അപ്പൊ അതിനുകൊണ്ട് മുമ്പേ ഓണത്തിന് ഭക്ഷണം കാര്യങ്ങളല്ലേ ഇവർ കളക്ടറേറ്റിലേക്ക് വെച്ച് കൊണ്ടു കൊടുക്കില്ലേ. അപ്പൊ ഒറ്റപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഇവളെ ഏറ്റെടുക്കും. ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളും ഭക്ഷണം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ
ഇവിടുന്ന് വെച്ചിട്ട് കൊണ്ടുവരും. പോലീസ് ഒന്ന് അന്വേഷിക്കണം. കളക്ട്രേറ്റ് പോയി ചെയ്തതിനെ കൊണ്ടാണ് അന്വേഷിക്കാൻ വേണ്ടിട്ട്. അവൾക്ക് മരിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കഴിച്ചിട്ട് പോവായിരുന്നില്ല. അവിടെ പോയി ചെയ്തതിനെ കൊണ്ട് ഒന്ന് അന്വേഷിക്കണം, വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നാണ് പോലീസ്. ഇതിനിടെ ആശാലതയുടെ മരണത്തിലെ ദുരൂഹത അകറ്റാൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ADM-നാണ് അന്വേഷണ ചുമതല. ഓഗസ്റ്റ് 7 രാവിലെ 10 മണിയോടെയാണ് ആശാലത ഐസ്ക്രീമിൽ എലിവിഷം കലർത്തി കഴിക്കുന്നത്. കളക്ട്രേറ്റ് കോമ്പൗണ്ടിനകത്ത് കാറിലിരുന്നായിരുന്നു എലിവിഷം കഴിച്ചത്. പിന്നീട് കാറോടിച്ച് ആശുപത്രിയിലെത്തി ഡോക്ടർമാരോട് വിവരം പറയുകയായിരുന്നു. എന്നാൽ നില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് ആശാലത മരണപ്പെട്ടത്. എലിവിഷം കഴിച്ചത് തന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നായിരുന്നു ഇവരുടെ മരണമൊഴി. വീട്ടിലും ഓഫീസിലും ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നലുണ്ടായതായും മൊഴിയിലുണ്ട്. ആർക്കെതിരെയും പരാതിയില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം മരിക്കാൻ തീരുമാനിച്ച് ചെയ്തതാണെന്നും ആശാലത മൊഴി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വിദ്യാനഗർ പോലീസും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ചോദ്യാവലി വിവാദത്തിൽ അധ്യാപകനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. VD സവർക്കറെക്കുറിച്ച് ചോദ്യമുണ്ടാക്കിയാൽ എന്താണ് പ്രശ്നമെന്നും ദേശവിരുദ്ധതയിൽ UDF-ഉം LDF-ഉം ഒന്നിക്കുന്നുവെന്നും VD സവർക്കറെ അപമാനിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമുയരുമെന്നും PK കൃഷ്ണദാസ് കാസർഗോഡ് പറഞ്ഞു. വന്ദേമാതരം UDF ബഹിഷ്കരിക്കുന്നത് രാജ്യദ്രോഹപരമാണെന്നും PK കൃഷ്ണദാസ് കൂട്ടിച്ചേർത്തു. ഈ VD സവർക്കറോട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിച്ച നിലപാട്, UDF സർക്കാർ സ്വീകരിച്ച നിലപാട്, UDF-ലെ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രി സ്വീകരിച്ച നിലപാട്, അത് ഈ കാര്യം പറയുന്നില്ല. അതിൽ പറയുന്നത് VD സവർക്കറുമായി ബന്ധപ്പെട്ട ചോദ്യം തയ്യാറാക്കിയത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് അതിന്റെ ആ ലേഖന പരമ്പരകളിൽ, പ്രസംഗത്തിൽ മറ്റൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പറയുന്നത് UDF സർക്കാർ, കോൺഗ്രസ്, ലീഗ് VD സവർക്കറോട് ചോദിച്ച നിലപാട്. VD സവർക്കറെ അപമാനിക്കുക എന്ന് പറയുന്നത് മുഴുവൻ രാജ്യസ്നേഹികളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വന്ദേമാതര ഗാനത്തെ നിരോധിക്കുക എന്നുള്ളത് നമ്മുടെ ദേശഭക്തിയെയും ദേശസ്നേഹത്തെയും ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങൾ നേഷൻ ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന പ്രസ്ഥാനം ഞങ്ങൾ. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല. കാസർഗോഡ് പിറ്റ് NTPS നിയമപ്രകാരം കുറ്റവാളി അറസ്റ്റിൽ. പാടി വില്ലേജിലെ ബെല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശി അബ്ദുൽ മുനവറാണ് അറസ്റ്റിലായത്. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 6 NTPS കേസുകൾ നിലവിലുണ്ട്. ലഹരി വസ്തുക്കടത്തുകൾക്കും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കുമെതിരെ കാസർഗോഡ് ജില്ലാ പോലീസ് ശക്തമായ നടപടികൾ തുടരുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദൗത്യത്തിന്റെ ഭാഗമായി നിരന്തരമായി മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെടുന്ന പ്രതിയെ പിറ്റ് NTPS നിയമപ്രകാരം കരുതൽ തടങ്കലിലാക്കി. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിജയൻ മേലത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ക്രൈം സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാടി വില്ലേജിൽ ബെല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശിയായ അബ്ദുൾ മുനമ്പർ എന്ന അബ്ദുൾ മുനവീറാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കരുതൽ തടങ്കൽ നടപടി. പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 6 NTPS കേസുകൾ നിലവിലുണ്ട്. പ്രതിയുടെ പേരിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളുമുണ്ട്. കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 225/2026 കേസ് നിലവിൽ അന്വേഷണ ഘട്ടത്തിലാണ്. ഇതിനു പുറമെ കാസർഗോഡ് വിദ്യാനഗർ സ്റ്റേഷനുകളിലായുള്ള ക്രൈം നമ്പർ 534/2023, 213/2022 എന്നീ കേസുകൾ വിചാരണ ഘട്ടത്തിലുമാണ്. മുൻകാലങ്ങളിലെ ക്രൈം നമ്പർ 741/2022, 71/2022, 974/2021 തുടങ്ങിയ കേസുകളിൽ പ്രതി ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ്. കൂടാതെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 115/2023 പോലുള്ള മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതി ഉൾപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആരംഭിക്കും മുൻപ് തന്നെ കുടിവെള്ള വിതരണ പദ്ധതിക്കെതിരെ പ്രതിഷേധം കടുക്കുന്നു. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മുക്കടയിൽ ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ അഡിച്ചോയിങ് പദ്ധതി നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്ന ആക്ഷേപമാണ് ഉയർന്നിട്ടുള്ളത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിവിധ പഞ്ചായത്തുകളിലേക്ക് വെള്ളമെത്തിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള അഡ്ജോയിങ് പദ്ധതി നടപ്പായാൽ 2 ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ളം മുട്ടുമെന്നാണ് നാട്ടുകാരുടെ പരാതി. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ പള്ളിപ്പാറ, മന്തച്ചംവയൽ കേന്ദ്രീകരിച്ചും
കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ മുക്കട, കുണ്ടൂർ കേന്ദ്രീകരിച്ചും പ്രദേശത്തെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചാണ് 2 മാസമായി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരു ദിവസം 2 കോടി മുതൽ 2.5 കോടി വരെ ലിറ്റർ വെള്ളം ശേഖരിച്ച് 7 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൽകാനുള്ള നീക്കത്തിനെതിരെ പ്രത്യക്ഷ പ്രതിഷേധ സമരത്തിനാണ് ആക്ഷൻ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നത്. ഈ വൻകിട പദ്ധതി തുടക്കം കുറിക്കുന്നതോടെ പുഴ വറ്റുകയും കിണറുകൾ ഉൾപ്പെടുന്ന ജലസ്രോതസ്സുകൾ തന്നെ ഇല്ലാതാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കയ്യൂർ, ചീമേനി, കിനാനൂർ, കരിന്തളം, വെസ്റ്റളേരി, ഈസ്റ്റളേരി പഞ്ചായത്ത് പരിധിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെന്നും ടാങ്കറുകളിൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വെള്ളമെത്തിച്ചാണ് താൽക്കാലിക പ്രശ്ന പരിഹാരമുണ്ടാക്കുന്നതെന്നും സമരക്കാർ പറയുന്നു. ഈ പഞ്ചായത്തുകളിലെ ഭരണസമിതികളും ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ എന്നിവയുമാണ് കുടിവെള്ളം എത്തിക്കുന്നതെന്നും പറയുന്നു. പുതുതായി ആരംഭിക്കുന്ന തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ, പിലിക്കോട്, പടന്ന, വലിയപറമ്പ്, തൃക്കരിപ്പൂർ പഞ്ചായത്തുകളും കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ് പഞ്ചായത്തുകളിലെയും വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം ലക്ഷ്യമിടുന്നു. ഇതിന്റെ ഭാഗമായി പള്ളിപ്പാറയിൽ കൂറ്റൻ ജലസംഭരണിയുടെയും മുക്കട പഴയ തോണിക്കടവിൽ പമ്പിംഗ് സ്റ്റേഷന്റെയും നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നും പുഴ വറ്റുന്നതോടെ ഇരുകരകളിലുമുള്ള 100 കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടുകയും കൃഷിനാശത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് 2 പഞ്ചായത്തുകളിലെയും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആദ്യഘട്ടമായി പ്രശ്നങ്ങൾ പ്രാദേശിക ഭരണകൂടങ്ങളിലെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയിട്ടുണ്ട്. വിവിധ വിഷയങ്ങളിൽ ഒറ്റയാൾ പ്രതിഷേധത്തിലൂടെ ശ്രദ്ധേയനായ അശോകൻ പെരിങ്ങാര ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 2 മണി വരെ തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതിക്കിറക്കിയ കൂറ്റൻ പൈപ്പിനകത്ത് കിടന്ന് പ്രതിഷേധ ഉപവാസം നടത്തി. ഇരുകരകളിലെ ആക്ഷൻ കമ്മിറ്റികളുടെ ഭാരവാഹികളും സമരത്തിന് പിന്തുണയുമായി എത്തി. ഒരു നാടിനെ ഇല്ലാതാക്കിക്കൊണ്ട് പല പ്രദേശത്തേക്കും ഒരു ജല അതോറിറ്റിയുടെ വകയിൽ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു നമ്മുടെ പ്രദേശത്ത്. ഇത് നാട്ടുകാർ സംഘടിക്കുകയും അതിനോട് അനുഭാവം പ്രകടിപ്പിച്ച് ഇന്ന് 6 മണിക്കൂർ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തുകയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പൈപ്പിൽ ഇത്രയും വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഈ തേജസ്വിനി പുഴ ഉണ്ടാവില്ല. വരും കുട്ടികൾക്ക് ഒരു പേര് മാത്രമേ കേൾക്കാൻ വേണ്ടി കഴിയൂ. കേരള വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ അഡ്ജോയിങ് പഞ്ചായത്ത് എന്ന നിലയിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് കണ്ണൂർ ജില്ലയിലെ 2 പഞ്ചായത്തിലേക്കും കാസർഗോഡ് ജില്ലയിലെ 5 പഞ്ചായത്തിലേക്കും വെള്ളം കൊണ്ടുപോകുന്നതിനുള്ള ഒരു പരിപാടിയാണിത്. പ്രതിദിനം 2 കോടി മുതൽ 2.5 കോടി ലിറ്റർ വരെ വെള്ളമാണ് ഈ പുഴയിൽ നിന്ന് ഊറ്റാൻ വേണ്ടി പോകുന്നത്. അത് മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ 3 കോടി മുതൽ 3.5 കോടി വരെ ആകുമെന്നാണ് കണക്കാക്കുന്നത്. തീർച്ചയായും നമ്മുടെ പുഴയെ സംബന്ധിച്ച് അത്രയൊന്നും വലിയൊരു ജലസ്രോതസ് ഈ പുഴയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തുന്നില്ല. സ്വാഭാവികമായും പുഴ വറ്റി വരളുകയും ഇതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാകെ തന്നെ വലിയ നിലയിലേക്കുള്ള കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുകയും ചെയ്യും. അതിനെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട് ഒരുങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അശോകൻ പെരിങ്ങാര ഇന്ന് ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൈപ്പിനകത്ത് കടന്നുകൊണ്ട് ഈ ഒരു ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിയുള്ളത്. നാട് ഒന്നാകെ ഇത്തരം പ്രക്ഷോഭ സമര പരിപാടികളിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കടലാക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. BJP കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ML അശ്വിനി. വീടുകളെല്ലാം കടലെടുത്തു, വീടുകളെല്ലാം കടലെടുത്തു. പരിഹാരമില്ലേ സർക്കാരെ, പാവപ്പെട്ട ജനതയാകെ വഞ്ചിക്കുന്നൊരു സർക്കാരെ, വഞ്ചിക്കുന്നൊരു സർക്കാരെ. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് BJP, ജയ് ജയ്. കടുത്ത കടലാക്രമണത്തിൽ കൃഷിവിളകളും ഭൂമിയും വീടുകളും നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും മറ്റു തീരദേശവാസികൾക്കും അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി ആവശ്യപ്പെട്ടു. BJP കുമ്പള മണ്ഡലം കമ്മിറ്റിയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ
കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ಅಲ್ಲದಿದ್ರೆ ನೀವು ಅಲ್ಲಿ ಬಂದು ವಾಸ ಮಾಡಬೇಕು ಅಂತ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀನಿ. ಇವತ್ತು ನೀವು ಅಧಿಕಾರದ ಅಹಂಕಾರದಿಂದ ಅಧಿಕಾರವನ್ನ ಇಟ್ಟುಕೊಂಡು ನೀವು ದೊಡ್ಡ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿಕೊಂಡು ಓಡಾಡಲಿಕ್ಕೆ ಗಾಡಿನ ಇಟ್ಟುಕೊಂಡು ನಿಮ್ಮ ರೋಡಿಗೆ ಒಳ್ಳೆ ಟಾರನ್ನ ಹಾಕಿಕೊಂಡು ನೀವು ಸುಖ ಜೀವನ ಮಾಡ್ತಾ ಇರೋ ಸಂದರ್ಭದಲ್ಲಿ ನಿಮ್ಮನ್ನ ಗೆಲ್ಲಿಸಲಿಕ್ಕೆ ಬೇಕಾಗಿ ವೋಟ್ ಹಾಕಿದಂತಹ ಮತದಾರರು ಯಾವ ರೀತಿ ಕಷ್ಟ ಅನುಭವಿಸ್ತಿದ್ದಾರೆ ಅಂತ ಹೇಳಿ ನೀವು ಅವರೊಟ್ಟಿಗೆ ಬಂದು ಒಂದು ದಿವಸ ವಾಸ ಮಾಡಬೇಕು ಅಂತೇಳಿ ನಾನು ನಿಮಗೆ ಇಲ್ಲಿಂದ ಹೇಳ್ತಾ ಇದ್ದೀನಿ. ನಿಮಗೆ ಬಾಯಲ್ಲಿ ಹೇಳಲಿಕ್ಕೆ ಸುಲಭ. ಮಿಸ್ಟರ್ ಎ.ಕೆ. ಅಶ್ರಫ್, ನಿಮ್ಮ ಹತ್ರ ಒಂದು ಹೇಳಲಿಕ್ಕೆ ಇರುವಂಥದ್ದು, ನಿಮಗೆ ಬೇರೆ ಈ ಊರಲ್ಲಿ ನಡೀತಾ ಇರುವಂತಹ ವಿಷಯಗಳ ಬಗ್ಗೆ ನಿಮಗೆ ಮಾತಾಡಲಿಕ್ಕೆ ನಿಮಗೆ ಇಲ್ಲ. ಯಾವುದಾದ್ರೂ ಒಂದು ವರ್ಗೀಯ ವಿಷಯ ಬಂತು ಅಂತ ಹೇಳಿದ್ರೆ ಅದಕ್ಕೆ ಬೇಗ ಸ್ಟೇಟ್ಮೆಂಟ್ ಕೊಡ್ಲಿಕ್ಕೆ ಆಗತ್ತೆ. ಈ ಕಡಲು, ಈ ಸಮುದ್ರದ ಕಿನಾರೆಯಲ್ಲಿ ವಾಸ ಮಾಡ್ತಾ ಇರುವಂತಹ ಜನರು ಕಷ್ಟ ಅನುಭವಿಸಿದ್ರೆ ಇದರ ಬಗ್ಗೆ ಯಾಕೆ ನೀವು ಗಮನ ಹರಿಸ್ತಾ ಇಲ್ಲ ಅಂತ ಹೇಳುವಂಥದ್ದು ನನಗೊಂದು ನಿಮ್ಮ ಮೇಲೆ ಸಂಶಯ ಬರ್ತಾ ಇರುವಂಥದ್ದು. ನೀವು ಪ್ರತಿ ಸಲ ಕೂಡ ಓಟಿಗೆ ನಿಲ್ಲುವಾಗ ಸುಳ್ಳು ಪೊಳ್ಳೆಗಳನ್ನು ಹೇಳಿ ಜನರನ್ನು ನಂಬಿಸಿ ಮೋಸ ಮಾಡಿ ನೀವು ಓಟನ್ನು ತಗೊಳ್ತೀರಿ. ಓಟು ತೆಗೆದ ನಂತರ ಆ ಭಾಗಕ್ಕೆ ತಿರುಗಿ ಬರುವುದಿಲ್ಲ. ಈ ಕೇಂದ್ರ ಸರ್ಕಾರ ಮಾಡಬೇಕು ಅಂತದ್ದು ಹೇಳುವಂಥದ್ದು ಯಾವ ಅಡಿಯಲ್ಲಿ ಅಂತ ನನಗೆ ಅರ್ಥ ಆಗೋದಿಲ್ಲ. ಇಲ್ಲಿಯ ಜನಪ್ರತಿನಿಧಿ MLA ಇಲ್ಲಿ ಬಂದು ಅದನ್ನು ನೋಡಿ ಅದಕ್ಕೆ ಬೇಕಾದಂಥ ಪ್ರಾಜೆಕ್ಟ್ಗಳ ತಯಾರು ಮಾಡಿ ಒಂದೇ ಒಂದು ದಿವಸವಾದರೂ ಕೂಡ ನೀವು ವಿಧಾನಸಭೆಯಲ್ಲಿ ಇದರ ಬಗ್ಗೆ ಮಾತಾಡಿದ್ದೀರಾ? ನೀವು 5 ವರ್ಷ MLA ಆಗಿದ್ರಿ, ಒಂದು ದಿವಸ ಆದರೂ ಕೂಡ ನೀವು ಕೇರಳದ ಅಸೆಂಬ್ಲಿಯಲ್ಲಿ ನಮ್ಮ ಕಡಲ್ ಮಕ್ಕಳಿಗೋಸ್ಕರ ಒಂದೇ ಒಂದು ಧ್ವನಿ ಎತ್ತಿದ್ದೀರಾ? ನೀವು ನಿಮಗೆ ಆ ಒಂದೇ ಒಂದು ವಿಷಯವೂ ಕೂಡ ಧ್ವನಿ ಎತ್ತಲಿಕ್ಕೆ ಆಗದಿದ್ರೆ ಮತ್ತೆ ನೀವು ಇಲ್ಲಿ ನಾಚಿಕೆ ಇಟ್ಟುಕೊಂಡು ಬರಬಾರ್ದು ಅಂತ ಹೇಳಿ ನಾನು ನಿಮ್ಮಲ್ಲಿ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೀನಿ. ಯಾಕೆಂತ ಹೇಳಿದ್ರೆ ಇನ್ನು ನೀವು ನಿಮ್ಮ ಸುಳ್ಳಿನ ಆಟಗಳು, ನಿಮ್ಮ ದಂಡುದೊರಡೆಗಳು ಇನ್ನು ಈ ಕಡಲ್ ಮಕ್ಕಳು ನಿಮಗೆ ತೋರಿಸ್ತಾರೆ ಅಂತ ಕೂಡ ನಾನು ನಿಮಗೆ സൂചനಯನ್ನು ನೀಡ್ತಾ ഇದ್ದೀನಿ. ಅದರೊಟ್ಟಿಗೆ മൂസോടി മുതൽ ഷിറിയ വരെയുള്ള തീരപ്രദേശത്ത് ശാസ്ത്രീയമായ രീതിയിൽ കടൽഭിത്തി നിർമ്മിക്കുക, കൃഷിനാശം ഉൾപ്പെടെയുള്ള നഷ്ടങ്ങൾക്ക് അടിയന്തര സാമ്പത്തിക സഹായം അനുവദിക്കുക, വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ നടപ്പാക്കുന്നതുവരെ സമരം തുടരുമെന്നും അശ്വിനി മുന്നറിയിപ്പ് നൽകി. നൂറുകണക്കിന് സ്ത്രീകളും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്ത പ്രതിഷേധ മാർച്ച് BC റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കളക്ട്രേറ്റിലേക്ക് നീങ്ങി. കളക്ട്രേറ്റിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് BJP നേതാക്കളും മത്സ്യത്തൊഴിലാളി പ്രതിനിധികളും ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചു. ശാരദാനഗർ തീരദേശ കർമ്മസമിതി പ്രസിഡന്റ് ശശികാന്ത് കടപ്പുറം അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V. രവീന്ദ്രൻ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, ജില്ലാ സെക്രട്ടറി പ്രമീള മജൽ, ജില്ലാ സെൽ കോർഡിനേറ്റർ സുകുമാർ കുദ്രപ്പാടി, കുമ്പള മണ്ഡലം പ്രസിഡന്റ് B. വിക്രം പൈ, മത്സ്യത്തൊഴിലാളി നേതാവ് സുരേഷ് കീഴൂർ, OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് KP വത്സരാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPM കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M. സുമതി ഉദ്ഘാടനം ചെയ്തു. RSS കൊലവിളി രാഷ്ട്രീയത്തിനും ക്ഷേത്രക്കൊള്ളക്കെതിരെയും സ്ത്രീ സുരക്ഷാ പദ്ധതി നിർത്തിയ UDF സർക്കാരിന്റെ നിലപാടിലും പ്രതിഷേധിച്ച് CPM കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റി പൊതുയോഗം നടത്തി. മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി M. സുമതി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു ആനുകൂല്യവും ആരുടെയും ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയല്ല. ഓരോ കാലഘട്ടത്തിലും അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോ ആനുകൂല്യങ്ങളും പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളെ താല്പര്യം സംരക്ഷിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ CPIയും CPIM എല്ലാം തന്നെ എല്ലാ സമയത്തും പരിശ്രമിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സ്ത്രീകളുടെ സംഘടന എന്ന നിലയ്ക്ക് സ്ത്രീകളുടെ അവകാശങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CPM വിദ്യാനഗർ ലോക്കൽ സെക്രട്ടറി P. ജാനകി അധ്യക്ഷത വഹിച്ചു. C. ശാന്തകുമാരി, M. ലളിത, S. സുനിൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് ആട്ടികളിഞ്ചായെത്തി. നാടോടി പാരമ്പര്യം വാനോളമുയർത്തി അതിർത്തി ഗ്രാമങ്ങൾ. ആടിമാസത്തിന്റെ പശ്ചാത്തലത്തിൽ പാരമ്പര്യ സംസ്കൃതിയുടെ സംരക്ഷണ സന്ദേശവുമായാണ് ആടിത്തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നത്. തുളുനാടിന്റെ അപൂർവവും സവിശേഷവുമായ നാടോടി ആചാരമായ ആട്ടികളിഞ്ച അതിർത്തി പ്രദേശങ്ങളായ മഞ്ചേശ്വരം, കുഞ്ചത്തൂർ, തുമിനാട് എന്നിവിടങ്ങളിൽ വീടുകൾ സന്ദർശിച്ച് ജനശ്രദ്ധ ആകർഷിച്ചു. ആടിമാസത്തിന്റെ പശ്ചാത്തലത്തിൽ പാരമ്പര്യ സംസ്കൃതിയുടെ സംരക്ഷണ സന്ദേശവുമായാണ് വേഷധാരികൾ വീടുകളിലേക്ക് എത്തിയത്. പച്ച ഇലകളുടെ അലങ്കാരം, കവുങ്ങിൻ പാള കൊണ്ടുണ്ടാക്കിയ തൊപ്പി, മുഖത്ത് ചായം പൂശിയ രൂപം എന്നിവയോടെയുള്ള കളിഞ്ചന്റെ വരവ്
നാട്ടുകാർക്ക് വേറിട്ടൊരു അനുഭവമായി. തെമ്പരെ എന്ന പരമ്പരാഗത വാദ്യത്തിന്റെ താളത്തിനൊപ്പിച്ച് ചുവടുവെച്ചാണ് ഗളിഞ്ച വീടുകളുടെ മുറ്റത്തേക്ക് പ്രവേശിച്ചത്. വീടുകൾക്ക് ചുറ്റും മഞ്ഞൾ, കൽക്കരി, പുളി എന്നിവ ചേർത്ത വെള്ളം തളിച്ച് രോഗങ്ങളും ദുരിതങ്ങളും ദൃഷ്ടിദോഷങ്ങളും അകറ്റുന്ന ആചാരക്രിയകളും ഇതിന്റെ ഭാഗമായി നടന്നു. ഗളിഞ്ചനെ ആദരവോടെ സ്വീകരിച്ച നാട്ടുകാർ അരിയും തേങ്ങയും കാണിക്കയും നൽകി യാത്രയാക്കി. അതിർത്തി പ്രദേശങ്ങളിലും നാടിന്റെ പാരമ്പര്യവും നാടോടിക്കലകളും ജീവസുറ്റതാക്കി നിലനിർത്തുന്ന ഈ ശ്രമത്തിന് പ്രദേശവാസികളിൽ നിന്ന് വലിയ പ്രശംസയാണ് ലഭിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലാ ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി ഉപ്പള അമ്പാർ മലറായ ക്ഷേത്രം ട്രസ്റ്റി വീരപ്പ അമ്പാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ ബില്ലവ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പരിപാടി ഉപ്പള അമ്പാർ മലറായ ക്ഷേത്രം ട്രസ്റ്റി വീരപ്പ അമ്പാർ ഉദ്ഘാടനം ചെയ്തു. ಕಾಂಗ್ರೆಸ್ ಆವಡು, ಕಮ್ಯುನಿಸ್ಟ್ ಆವಡು, BJP ಆವಡು, ಒವ್ವೇ ಆವಡು ಜಿಲ್ಲೆದ ಒಂಜಿ ಟೀಮ್ ಬೋಡು, ಜಿಲ್ಲೆದ ಸಮಸ್ಯೆನ ಕೇಳುವಂಚಿನ ಒಂಜಿ ಎಡ್ಡೆ ಟೀಮ್ ಬೋಡು ಅಯ್ತು ಒವ್ವೇ ರಾಜಕೀಯ ಕೊಂಡ್ರೆ ಆಯಾಗ ಅಧ್ಯಕ್ಷ ತಿಕ್ಕಿದ್ರೆ ಎಂಕ ತಿಕ್ಕಿದೀಜಿ, ಆಯಾಗ ಕಾರ್ಯದರ್ಶಿ ತಿಕ್ಕಿದ್ರೆ ಎಂಕ ತಿಕ್ಕಿದೀಜಿ, ಆಯಾಗ ಬೇತೆ ಬೇತೆ ಜವಾಬ್ದಾರಿ ತಿಕ್ಕಿದ್ರೆ ಎಂಕ ತಿಕ್ಕಿದೀಜಿ ಇಂದು ಬರಬಲ್ಲಿ ನಮ್ಮ ಒಂಜಿ ಟೀಮು ಇಡೀ ಜಿಲ್ಲೆಡು ಕಾಸರಗೋಡು ಮಂಜೇಶ್ವರಡು ಇತ್ತಿನ ಮಾತ ಬಿಲ್ಲವ ಬಂಧುಗಳನ್ನ ಸಮಸ್ಯೆನ ಕೇನಿಯರೆ ಎಡ್ಡೆ ಕಾರ್ಯಡು ಭಾಗವಹಿಸ್ಯಾರೆ. ಅವೇ ರೀತಿ ಇನಿ ನಮ್ಮ ನೆಟ್ ಕಂದಾಯ ಇಲಾಖೆಡು ನಮ್ಮ ಮಕ್ಕಳು ದುಂಬುವರಡು. ബില്ലവ സേവാ സംഘം ജില്ലാ പ്രസിഡന്റ് കെ കമലാക്ഷ സുവർണ അധ്യക്ഷത വഹിച്ചു. 2025-26 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സമാജത്തിലെ ഉന്നത വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു.
കാസർഗോഡ് നഗരസഭാ കൗൺസിലർ KR ഹരീഷ്, അശോക് ബാഡൂർ, K സരോജിനി, ചന്ദ്രശേഖര ചിപ്ലിക്കൊട്ടെ, K സുരേഷ്, സുവർണ, ലവ മീപ്പുഗിരി, K ശിവ, നാരായണ കൊറക്കോട്, വസന്തി ടീച്ചർ എന്നിവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് K ഭാസ്കര സ്വാഗതവും ജില്ലാ സെക്രട്ടറി രവി കൊട്ടേക്കാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള കർഷക സംഘം കാസർഗോഡ് ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 12, 13 തീയതികളിൽ തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. പി പത്മനാഭൻ മാസ്റ്റർ നഗറിൽ നടക്കുന്ന സമ്മേളനം കർഷക സംഘം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ 2 ലക്ഷത്തിൽ പരം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഏരിയ സമ്മേളനങ്ങളിൽ തെരഞ്ഞെടുത്ത 250 പ്രതിനിധികളും 40 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഏതാനും സൗഹാർദ്ദ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. 2 ദിവസമായി നടക്കുന്ന ജില്ലാ സമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് SK പ്രീജ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH കുഞ്ഞമ്പു, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ വത്സല മോഹൻ, VS പത്മകുമാർ എന്നിവർ പങ്കെടുക്കും. ഓഗസ്റ്റ് 13 നടക്കുന്ന സമാപന പൊതുസമ്മേളനം അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ 4 വർഷം നടന്ന പ്രവർത്തനങ്ങളെ അവലോകനം ചെയ്ത് ജില്ലാ സെക്രട്ടറി P ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. സമാപന സമ്മേളനത്തിൽ 5000 പേർ പങ്കെടുക്കും. സമ്മേളനം വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികളായി മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെയുള്ള 12 ഏരിയകളിലും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും ക്ലാസുകളും ഇതിനകം നടന്നു. ചെറുവത്തൂർ ഏരിയയിൽ 14 വില്ലേജിലും അനുബന്ധ പരിപാടി സംഘടിപ്പിച്ചു. സമ്മേളനത്തിന്റെ കൊടിമര ജാഥകൾ ഓഗസ്റ്റ് 11 ഉച്ചകഴിഞ്ഞ് നടക്കും. വത്സൻ നഗറിൽ ഉയർത്താനുള്ള പതാക സാമ്രാജ്യത്വത്തിനും ജന്മിനാടുവാഴിത്തത്തിനുമെതിരെ പോരാടി കഴുമരമേറിയ കയ്യൂർ രക്തസാക്ഷികളുടെ മണ്ഡപത്തിൽ നിന്ന് ഓഗസ്റ്റ് 11 വൈകുന്നേരം 3 മണിക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH കുഞ്ഞമ്പു ജില്ലാ വൈസ് പ്രസിഡന്റ് TP ശാന്തക്ക് കൈമാറും. പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്താനുള്ള കൊടിമരം ചീമേനി രക്തസാക്ഷി മന്ദിരത്തിൽ നിന്ന് വൈകുന്നേരം 3 മണിക്ക് കർഷക സംഘം ജില്ലാ സെക്രട്ടറി P ജനാർദ്ദനൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായ KP രാമചന്ദ്രന് കൈമാറും. വാഹനത്തിൽ കൊടിമരം സമ്മേളന നഗരിയിലെത്തിക്കും. പ്രതിനിധി സമ്മേളന നഗരമായ P പത്മനാഭൻ മാസ്റ്റർ നഗറിൽ ഉയർത്താനുള്ള പതാക ചെറുവത്തൂർ VV സ്തൂപത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം PR ചാക്കോ ജില്ലാ കമ്മിറ്റി അംഗം K രമണിക്ക് കൈമാറും. അത് ലെറ്റുകൾ റിലേയായി സമ്മേളന നഗറിലെത്തിക്കും. പതാക ഉയർത്താനുള്ള കൊടിമരം തിമിരി TKC സ്മാരകത്തിൽ നിന്ന് വൈകുന്നേരം 4:30 സംസ്ഥാന കമ്മിറ്റി അംഗം KR ജയാനന്ദ ജില്ലാ കമ്മിറ്റി അംഗം P മുഹമ്മദ് റാഫിക്ക് കൈമാറും. ഓഗസ്റ്റ് 11 വൈകുന്നേരം 5:30 പൊതുസമ്മേളന നഗറിൽ സംഘാടക സമിതി ചെയർമാൻ മാധവൻ മണിയറ പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളന നഗരിയിൽ തെളിയിക്കുന്നതിനുള്ള ദീപശിഖ ഓഗസ്റ്റ് 12 രാവിലെ 8 മണിക്ക് കാലിക്കടവിൽ C കൃഷ്ണൻ നായർ സ്മാരകത്തിൽ കർഷക സംഘത്തിന്റെ മുതിർന്ന നേതാവ് AV കോമൻ നമ്പ്യാർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TV കുഞ്ഞികൃഷ്ണന് കൈമാറും. 2 ദിവസത്തെ സമ്മേളനത്തിൽ രാജ്യത്തും സംസ്ഥാനത്തുമുള്ള കർഷക പോരാട്ടങ്ങളും രാഷ്ട്രീയ സ്ഥിതിഗതികളും ചർച്ച ചെയ്യുന്നതോടൊപ്പം കഴിഞ്ഞ 4 വർഷം ജില്ലയിൽ നടന്ന പ്രവർത്തനങ്ങളും തുടർന്ന് ജില്ലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളും ഗൗരവമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. തുടർന്ന് പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഭാരവാഹികളെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് സമ്മേളനം സമാപിക്കും. പൊതുപ്രകടനം കണ്ണാടിപ്പാറ കൊടക്കാട് ബാങ്ക് പരിസരത്തു നിന്നുമാണ് ആരംഭിക്കുക. കർഷക സംഘം ജില്ലാ സെക്രട്ടറി P ജനാർദ്ദനൻ, പ്രസിഡന്റ് K കുഞ്ഞിരാമൻ, സംഘാടക സമിതി ചെയർമാൻ മാധവൻ മണിയറ, കൺവീനർ KV ഗംഗാധര വാര്യർ, CPM ചെറുവത്തൂർ ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ, M രാജീവൻ, TP കുഞ്ഞബ്ദുള്ള, KV സുരേന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലോകത്തിന് ഭാരതം നൽകിയ നിരവധിയായ സംഭാവനകളിൽ ഏറ്റവും മഹത്തരമായത് ധാർമ്മിക ബോധമെന്ന തത്വമാണെന്ന് അദ്വൈത ചിന്തകരും പ്രഭാഷകനുമായ കൊളത്തൂർ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അഭിപ്രായപ്പെട്ടു. രാമായണ മാസാചരണ ഭാഗമായി തൃക്കരിപ്പൂർ രാമായണ മാസാചരണ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന വാക്യത്തിലൂടെ ധർമ്മനിഷ്ഠയുടെ പ്രതീകമായാണ് രാമായണത്തിലൂടെ ആദികവി വാത്മീകി രാമനെ ലോകത്തിനു മുന്നിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ജാതിമത വർഗചിന്തകൾക്കതീതമായി ശ്രീരാമനെ ഭാരതീയ സംസ്കൃതിയുടെ പ്രതിപുരുഷനായാണ് സർവരും മാനിക്കേണ്ടതെന്ന് സ്വാമിജി സൂചിപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ പ്രഭാഷണത്തിനു ശേഷം നടന്ന സംവാദ സദസ്സിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സ്വാമി മറുപടി നൽകി. സ്ത്രീകൾക്ക് തന്നെ വോട്ടവകാശം എത്ര കാലം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്?
അതും അവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഇന്ന് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ രാജ്യഭരണം നിലനിൽക്കുന്നുണ്ട്. അത് സ്ഥായിയല്ല, മാറ്റത്തിന് വിധേയമാണ്. ഇനി പുതിയ പുതിയ എന്തെല്ലാം സംവിധാനങ്ങൾ വരും. ഇന്നത്തെ നമ്മുടെ ഡെമോക്രസിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാനുണ്ട്. കാരണം കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ അതാണോ ഇന്നുള്ളത്. നമുക്ക് വിഭാവന ചെയ്തുകൊണ്ട് രാഷ്ട്രീയ അതീതമായിട്ട് വ്യത്യസ്ത മേഖലകളിൽ കഴിവുള്ളവരെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുന്നതും അവർ ഭരിക്കുന്നതുമായ നല്ലൊരു വ്യവസ്ഥ നമുക്ക് സ്വപ്നം കണ്ടു. പരസ്പരം പൊരുതുന്ന കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് വ്യത്യസ്ത മേഖലകളിൽ നിപുണന്മാരായവരെ സമൂഹം തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണ വ്യവസ്ഥ നമുക്കെന്റെ സ്വപ്നം കണ്ടുകൂടെ? അതിനനുസരിച്ച് അതിനെ അനുവദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് സ്വപ്നം കണ്ടുകൂടെ? അതിന് ചെയ്യാനൊന്നും കൊടുക്കണ്ടല്ലോ. രാഷ്ട്രം എത്രമാത്രം ഉയരും. കെ ശ്രീധരൻ കലയക്കാരൻ ദീപപ്രജ്വലനം നടത്തി. കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി വി രാജീവൻ രാമായണ പാരായണം നടത്തി. സി പി രാജീവൻ, എ വി സദാനന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വി ബാലകൃഷ്ണൻ നായർ ഉപഹാര സമർപ്പണം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയുടെ ഈ വർഷത്തെ PN പണിക്കർ അവാർഡ് നേടിയ തൃക്കരിപ്പൂർ എടാട്ടുമലിലെ വി കൃഷ്ണന് പൗരസ്വീകരണം നൽകി. തൃക്കരിപ്പൂർ പി കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന അനുമോദന യോഗം സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ സജീവമായ വി കൃഷ്ണന് കേരള അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിയുടെ സംസ്ഥാന അവാർഡ് നേടിയ വി കൃഷ്ണന് തൃക്കരിപ്പൂരിൽ പൗരസ്വീകരണം നൽകി. പി കോരൻ മാസ്റ്റർ സ്മാരക ഹാളിൽ നടന്ന അനുമോദന യോഗത്തിൽ സന്ദീപ് വാര്യർ MLA ഉപഹാര സമർപ്പണവും നടത്തി. പക്ഷെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഈ നാടിനെ കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ട ചില വസ്തുതകൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും തെക്ക് ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഉത്തര മലബാർ അല്ലെങ്കിൽ ഈ കാസർഗോഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പലപ്പോഴും ചിന്തയിൽ വരുന്ന സമയത്ത് ഇത് കേരളത്തിൻ്റെ പൊതു സംസ്കാരത്തിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന, കാരണം കാസർഗോഡ് എന്ന് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് കന്നഡ അല്ലെങ്കിൽ തുളു ഒക്കെ സംസാരിക്കുന്ന ആ ഭാഷയൊക്കെ ചേർന്ന മലയാളം സംസാരിക്കുന്ന മമ്മൂട്ടിയുടെ ചില സിനിമയൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത്തരം ഒരു പ്രിജുഡിസ്ഡ് ആയിട്ടുള്ള മുൻധാരണ വെച്ചിട്ടാണ് കാസർഗോഡിനെ കുറിച്ച് ആളുകൾ വിലയിരുത്താറുള്ളത് തെക്ക് പ്രദേശത്ത്. പക്ഷെ വാസ്തവത്തിൽ തൃക്കരിപ്പൂരിൽ വന്നിറങ്ങിയ സമയത്ത് തൃക്കരിപ്പൂരിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ 3-4 മാസക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം, മനസ്സിലായ കാര്യം, കേരളീയ സംസ്കാരത്തെ ഇത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ഒരു ജനതതി കേരളത്തിൽ വേറെ എവിടെയും ഇല്ല എന്നുള്ളതാണ്. സംഘാടക സമിതി ചെയർമാൻ ടി വി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാൻഫെഡ് ജില്ലാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ അനുമോദന പ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ രാഘവൻ മാണിയാട്ട് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ M മനു, സംഘാടക സമിതി കൺവീനർ KV രാഘവൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, KV ജനാർദ്ദനൻ, AGC ബഷീർ, TV ഷിബിൻ, EV ദാമോദരൻ, E ബാലകൃഷ്ണൻ, C ബാലൻ, PP രഘുനാഥൻ, A നാരായണൻ മാസ്റ്റർ, PV ദിനേശൻ, TV വിജയൻ മാസ്റ്റർ, C സുകുമാരൻ, M നാരായണൻ മാസ്റ്റർ, പ്രസാദ് ഒളവറ എന്നിവർ സംസാരിച്ചു. വി കൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPI പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡൽഹി ചലോ മാർച്ച് പ്രചരണാർത്ഥം കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പൂച്ചക്കാട്ട് നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 നടക്കുന്ന ഡൽഹി ചലോ മാർച്ചിന്റെ പ്രചരണാർത്ഥം CPI പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. പൂച്ചക്കാട് നിന്നും ആരംഭിച്ച പ്രചരണ ജാഥ CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ബംഗളം കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MH ഹാരിസ് അധ്യക്ഷത വഹിച്ചു.
സുജിത് കരിച്ചേരി ജാഥ ലീഡറും ലിജു അബൂബക്കർ ഡെപ്യൂട്ടി ലീഡറും MH ഹാരിസ് മാനേജറുമായ ജാഥ പൂച്ചക്കാട്ടെ ഉദ്ഘാടനത്തിന് ശേഷം കല്ലിങ്കാൽ, പള്ളിക്കര, ശക്തിനഗർ, ഹദാദ് നഗർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ബേക്കൽ ജംഗ്ഷനിൽ സമാപിച്ചു. സമാപന യോഗം CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജീവിത അനുഭവത്തിലൂടെ സ്വയം ബോധ്യപ്പെട്ട കാര്യമാണ് ഇവർ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഇവർ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായിരുന്നു രാജ്യത്തെ വിലക്കയറ്റം, നിത്യോപയോഗ സാധനങ്ങളുടെ ഉൾപ്പെടെ വില ഗണ്യമായി വർദ്ധിച്ചാൽ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരെ ബാധിക്കുന്ന വിഷയമാണ്. വലിയ ചർച്ചയായിരുന്നു. നരേന്ദ്രമോദിയും കൂട്ടാളികളും പറഞ്ഞു, ഞങ്ങൾ കൂട്ടുതരും, ഇതിനെല്ലാം പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾക്കിനി നല്ല കാലം വരാൻ വേണ്ടി പോകുന്നു, ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ 100 ദിവസം കൊണ്ട് ഇന്ത്യയിൽ വിലക്കയറ്റം ഞങ്ങൾ പിടിച്ചു നിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായി നൽകിയത്. ആ 100 ദിവസം പോട്ടെ, 12 വർഷം കഴിഞ്ഞില്ലേ? വിലക്കയറ്റം തടഞ്ഞു നിർത്താനോ നിയന്ത്രിക്കാനോ എന്തെങ്കിലും നടപടി ഗവൺമെന്റ് സ്വീകരിച്ചതായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇവർ സ്വീകരിച്ചു. വിലക്കയറ്റം വീണ്ടും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നടപടികളാണ് ഇവർ സ്വീകരിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ഗണ്യമായി വർദ്ധിക്കുന്ന തരത്തിലുള്ള നടപടികളുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. ഇവർ അന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 50 രൂപക്ക് പെട്രോളും 40 രൂപക്ക് ഡീസലും ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ വിതരണം ചെയ്യുമെന്നാണ്. ഇപ്പൊ പെട്രോളിന്റെയും ഡീസലിന്റെയും അവസ്ഥ എന്താണ്? 50-നും 40-നും ലഭിക്കുന്നുണ്ടോ? 100-110 മുറുപ്പിക കൊടുത്താൽ മാത്രമേ പെട്രോളും ഡീസലും ലഭിക്കുന്ന ഒരു സാഹചര്യമാണ്. AISF ജില്ലാ പ്രസിഡന്റ് സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. കാൽനട ജാഥയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, രാധാകൃഷ്ണൻ പുതുക്കൈ, ശ്രീജിത്ത് M മടിക്കൈ, N ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സമാപന പരിപാടിയിൽ MH ഹാരിസ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് ബാലസംഘം ചിത്താരി വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. വേലാശ്വരം UP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കോർഡിനേറ്റർ കവിതാ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം അവസാനിപ്പിക്കണമെന്ന് ബാലസംഘം ചിത്താരി വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. കുട്ടികളിൽ വർദ്ധിച്ചുവരുന്ന ലഹരിയുടെ ഉപയോഗവും ലഭ്യതയും കുറച്ചുകൊണ്ടുവരാനുള്ള ഇടപെടൽ ശക്തമാക്കണമെന്നും സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. വേലാശ്വരം UP സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കോർഡിനേറ്റർ കവിതാ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളെപ്പോലെ നമ്മളെല്ലാവരും ഉൾപ്പെട്ട കുട്ടികളുടെ സംഘടനയാണെന്ത് ബാലസംഘം എന്ന് പറയുന്ന സംഘടന. ആ സംഘടന കേരളത്തിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിന് പുറത്തില്ല. അപ്പോൾ കേരളത്തിൽ മാത്രം നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായിട്ട് ഏകദേശം 15 ലക്ഷത്തോളം കുട്ടികൾ അംഗങ്ങളായിട്ടുള്ള കുട്ടികളുടെ സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത്. ആ ബാലസംഘത്തിന്റെ പ്രത്യേകത എന്താ? കുട്ടികളുടെ ഒരുപാട് സംഘടനകളുണ്ട് അല്ലെ. നമ്മുടെ നാട്ടിൽ ബാലഗോകുലമുണ്ട്, ബാലസംഘമുണ്ട് അല്ലെ. അതുപോലെ ഒരുപാട് കുട്ടികളുടെ സംഘടനകളുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? കുട്ടികളെ വിളിച്ചു ചേർത്ത് അല്ലെ അവർക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അതിൽ നിന്ന് ബാലസംഘത്തിന്റെ പ്രത്യേകത എന്താ? ബാലസംഘം എന്ന് പറഞ്ഞാല് ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിന്റെയോ അല്ലെ അതിന്റെ ഒന്നും പേരിലല്ല അല്ലെ. പെൺകുട്ടികൾക്കുള്ള സംഘടനയാണോ ആൺകുട്ടികൾക്കുള്ള സംഘടനയാണോ അതൊന്നുമില്ല അല്ലെ. നമ്മുടെ സമൂഹത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സംഘടനയാണ് ബാലസംഘം എന്ന് പറയുന്നത്. ഇപ്പോൾ ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ലിംഗത്തിനും ഒക്കെ അപ്പുറത്ത് മനുഷ്യ സ്നേഹമാണ്. വില്ലേജ് പ്രസിഡന്റ് തേജിമ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് സെക്രട്ടറി ഹരിചന്ദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉജ്ജ്വല ബാല പുരസ്കാര ജേതാവ് ദേവരാജ് മടിക്കൈ മുഖ്യാതിഥിയായി. P. കൃഷ്ണൻ, ബാലസംഘം ജില്ലാ കമ്മിറ്റി അംഗം സനൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ തേജാലക്ഷ്മി, പുഷ്പ MG, നിവേദ്, ആശ്രിത്, വില്ലേജ് കോർഡിനേറ്റർ സുരേന്ദ്രൻ, ദീപ പ്രവീൺ, ജിതിൻ എന്നിവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് ഗംഗാധരൻ സ്വാഗതവും A. പവിത്രൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി തേജിമ മനോജിനെ പ്രസിഡന്റായും ഹരിചന്ദ് AA സെക്രട്ടറിയായും ജിതിൻ AKA കൺവീനറായും സുരേന്ദ്രൻ AA കോർഡിനേറ്ററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. PSC എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. ഉദുമ MLA K. നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. PSC എംപ്ലോയീസ് അസോസിയേഷൻ PSCAയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് മുനിസിപ്പൽ വനിതാ ഹാളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. ഉദുമ MLA K. നീലകണ്ഠൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അവരുടെ എല്ലാ ആനുകൂല്യങ്ങളും സൂചിപ്പിച്ചല്ലോ. നമ്മുടെ ലീവ് സറണ്ടർ ഉൾപ്പെടെ DA ഉൾപ്പെടെ അതൊക്കെ തിരിച്ചു നൽകണം
എന്ന ഒരു തീരുമാനമാണ് UDF സർക്കാരിന്റെ. ആ തിരിച്ചു നൽകും എന്നൊരു പ്രതീക്ഷ നമുക്കൊക്കെ ഉണ്ട്. ഇവിടെ ഇത് നമുക്കറിയാം, PSCയെ കുറിച്ച് ആ PSC ഒരു മോശമാക്കുന്ന രൂപത്തിൽ, കാരണം PSCയുമായി ബന്ധപ്പെട്ട പരീക്ഷാ ക്രമക്കേടുകൾ, ആ ക്രമക്കേടുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാങ്കേതികത്വം, ആ സാങ്കേതികത്തെ കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് പൊതുവായ ഒരു അഭിപ്രായം. അതിനകത്ത് എല്ലാവരും കുറ്റക്കാരെന്നുള്ളതല്ല, കുറ്റക്കാരായവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകും എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട. കാരണം ഇതിനകത്ത് ചില തെറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പൊതുവായ ഒരു സത്യമാണ്. ആ സത്യം വെളിച്ചത്ത് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അത് ഗവൺമെന്റ് ഉണ്ട് എന്നുള്ളത് തന്നെ ആ ഉത്തരവാദിത്വം ഗവൺമെന്റ് നിർവഹിക്കും എന്ന കാര്യത്തിൽ ഒരു ആശങ്ക നിങ്ങൾക്ക് വേണ്ട. എവിടെയെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ ആ പോരായ്മകൾ പരിഹരിക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്വമാണ് എന്നുള്ളത് തന്നെ ആ ഉത്തരവാദിത്വം തീർച്ചയായും നിർവഹിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ ഭരണത്തിനകത്ത് ഒരുപാട് പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോയ ഒരു കൂട്ടം ജീവനക്കാരാണ് നിങ്ങളെന്ന് എനിക്കറിയാം. PSC എംപ്ലോയീസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് VV അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. NGOA സംസ്ഥാന സെക്രട്ടറി സുരേഷ് പെരിങ്ങാനം മുഖ്യപ്രഭാഷണം നടത്തി. PSCA സംസ്ഥാന കമ്മിറ്റി അംഗം SS ജയസേനൻ, KPSTA ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ, KGOU ജില്ലാ പ്രസിഡന്റ് KV പ്രമോദ്, KSSPA കാസർഗോഡ് നിയോജക മണ്ഡലം പ്രസിഡന്റ് M കേശവ, KN മുരളീധരൻ എന്നിവർ സംസാരിച്ചു. PSCEA ജില്ലാ പ്രസിഡന്റ് KM സമീറ സ്വാഗതവും ജില്ലാ സെക്രട്ടറി P അശോകൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ശതവാർഷികം വിപുലമായി ആഘോഷിക്കും. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മുനി MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. മാണിയാട്ട് വിജ്ഞാനദായിനി വായനശാല ശതവാർഷികാഘോഷം നടത്തുന്നതിനുള്ള വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം മുൻ MLA M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. K സുരേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി, PVK പനയാൽ, ഡോക്ടർ VPP മുസ്തഫ, EP രാജഗോപാലൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV ചന്ദ്രമതി, CM വിനയചന്ദ്രൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി P പ്രഭാകരൻ, PP സുകുമാരൻ, P സനൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ CH സന്തോഷ്, T ലജിന, MB കോമൻ നമ്പ്യാർ, P വേണുഗോപാലൻ, AM മേരി, KV ബാബു എന്നിവർ സംസാരിച്ചു. C സുരേഷൻ സ്വാഗതവും ഷീജ ഹരി നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളായി ഡോക്ടർ VPP മുസ്തഫയെ ചെയർമാനായും K മോഹനനെ വർക്കിംഗ് ചെയർമാനായും C സുരേഷിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു. യോഗത്തിനു ശേഷം അഖിൽ ചന്ദേര നാടൻ പാട്ടുകൾ അവതരിപ്പിച്ചു. ആവേശം നിറച്ച നാടൻ പാട്ടുകൾ സദസ്സിനെ സംഗീതസാന്ദ്രമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുഹമ്മദ് സൽമാൻ ഇബ്രാഹിമിന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം കൈമാറി. പീസ് മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന ടോക്ക് ടൈം വിത്ത് ലീഡർ പരിപാടിയോടനുബന്ധിച്ചാണ് സ്നേഹോപഹാരം കൈമാറിയത്. പ്രമുഖ യുവ വ്യവസായിയും പൈസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറുമായ മുഹമ്മദ് സൽമാൻ ഇബ്രാഹിമിന് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സ്നേഹോപഹാരം നൽകി. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വർഷങ്ങളായി നൽകി വരുന്ന വിലപ്പെട്ട ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും ശക്തമായ പിന്തുണയ്ക്കും നന്ദി സൂചകമായാണ് സ്നേഹോപഹാരം. ദുബായ് KMCC ഉപാധ്യക്ഷൻ ഹംസ തൊട്ടി കൈമാറി. പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും സമൂഹത്തിനും സംഘടനയ്ക്കും വേണ്ടി സമയം കണ്ടെത്തുന്ന പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. പേസ് മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന ടോക്ക് ടൈം വിത്ത് ലീഡർ പരിപാടിയോടനുബന്ധിച്ചാണ് സ്നേഹോപഹാരം കൈമാറിയത്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അഷ്റഫ് ബായാർ, സംസ്ഥാന ഭാരവാഹികളായ അബ്ദുള്ള ആറങ്ങാടി, അഫ്സൽ മെട്ടമ്മൽ, ജില്ലാ ഭാരവാഹികളായ റഫീഖ് പടന്ന, നൂറുദ്ദീൻ ആറാട്ടുകടവ്, സിദ്ദിഖ് ചൌക്കി, ആസിഫ് ഹൊസങ്കടി തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. കുറ്റക്കാരായ ആരെങ്കിലും കണ്ടെത്തിയാൽ കർശന നടപടിയെന്ന് കളക്ടർ. കാസർഗോഡ് കളക്ടറേറ്റിലെ സീനിയർ ക്ലർക്ക് ആശാലതയുടെ മരണത്തിൽ പരാതിയുമായി കുടുംബം രംഗത്ത്. സംഭവത്തിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യം. കാസർഗോഡ് ക്വിസ് ചോദ്യാവലി വിവാദം. അധ്യാപകനെതിരെയുള്ള നടപടി അംഗീകരിക്കില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്.
കാസർഗോഡ് പിറ്റ് NTPS നിയമപ്രകാരം കുറ്റവാളി അറസ്റ്റിൽ പാടി വില്ലേജിലെ ബെല്ലൂരടുക്ക കല്ലക്കട്ട സ്വദേശി അബ്ദുൽ മുനവിറാണ് പിടിയിലായത്. ആരംഭിക്കും മുൻപ് തന്നെ കുടിവെള്ള വിതരണ പദ്ധതിക്കെതിരെ പ്രതിഷേധം. തൃക്കരിപ്പൂർ അഡ്ജോയിങ് പദ്ധതി നാട്ടുകാരുടെ കുടിവെള്ളം മുട്ടിക്കുന്നുവെന്നാണ് ആക്ഷേപം. BJPയുടെയും ശാരദാനഗർ സംരക്ഷണ കർമ്മസമിതിയുടെയും നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് നടത്തി. കടലാക്രമണത്തിൽ നഷ്ടം സംഭവിച്ചവർക്ക് അടിയന്തര നഷ്ടപരിഹാരം നൽകണമെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വിനി. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.